കേരളത്തിലെ ജിം ഓണേഴ്സ് വരുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് തൊട്ടടുത്ത ജിമ്മുകാരൻ പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും പാനിക് ആയിട്ട് ഇവരും അങ്ങ് ഡ്രോപ്പ് ചെയ്യും. ഇപ്പം തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഒരു 100 മീറ്റർ 200 മീറ്റർ ഗ്യാപ്പിൽ തന്നെ 2 ജിമ്മൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 ജിമ്മും ഒരുമിച്ചിട്ടതല്ല, ഒരാളായിരിക്കും ആദ്യം വന്നത്, പിന്നെ വരുന്ന ആൾ എന്തായാലും അവിടെ ഒരു ജിം ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും അവിടെ ജിം സെറ്റ് ചെയ്യുന്നത്. സോ അവർ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തിനു ഡ്രോപ്പ് ചെയ്യണം? കേരളത്തിലെ ഭൂരിഭാഗം ജിമ്മുകൾ സർവൈവ് ചെയ്യുന്നത് മെമ്പർഷിപ്പ് സെയിൽസ് റവന്യൂ എന്നാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പ്രൈസ് ഡ്രോപ്പ് കണ്ട് അതിൽ പാനിക് ആയിട്ട് നിങ്ങളും പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇട്ട എഫേർട്ടിന് എന്താണ് വാല്യൂ? അവർ പ്രൈസ് ഡ്രോപ്പ് ചെയ്തോട്ടെ, അപ്പോൾ നിങ്ങൾ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. വാല്യൂ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്താണോ അതിന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. AC ഫെസിലിറ്റി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. AC ഇരിക്കാനാണെങ്കിൽ ആൾക്കാർക്ക് ATM കയറി ഇരുന്നാൽ പോരെ. നിങ്ങൾ ആസ് എ പ്രോപ്പർ ഫിറ്റ്നസ് ഫെസിലിറ്റി, ഫിറ്റ്നസ് സംബന്ധമായിട്ട് നിങ്ങൾ എന്താണ് ഓഫർ ചെയ്യുന്നത്, ബ്രേക്ക് ഇറ്റ് ഡൗൺ ആൻഡ് ഗിവ് ഇറ്റ് ദം. നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യുക, നിങ്ങൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു ഇംപ്രൂവ് ചെയ്യുക, നിങ്ങൾക്ക് വരേണ്ട എൻക്വയറീസിന്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക, റീച്ച് ഔട്ട് ചെയ്യുക. മോർ എൻക്വയറീസ് മീൻസ് മോർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ജിം എങ്ങനെ അറിയപ്പെടണം എന്നുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, വൃത്തിയിൽ അറിയപ്പെടുന്ന ജിമ്മായിട്ട് ഫോക്കസ് ചെയ്യുക, സ്മെല്ല് അറിയപ്പെടുന്ന ജിമ്മായിട്ട് ഫോക്കസ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്, കിട്ടാൻ പറ്റുന്ന ജിം എന്ന രീതിയിൽ അറിയപ്പെടാൻ നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങളുടെ വെക്കുന്ന പ്രൈസിന്റെ വാല്യൂ ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി.